അർഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, ഹി ഈസ് സോ ടാലന്റഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് he was really pushing all of us out of our comfort zone. പാസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ he would really push us to explore something in us as actors. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിന്റെ ഡെബ്യൂയുടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് our film level cross and എല്ലാവർക്കും all the best and thank you so much for coming here and supporting us. Thank you. ഞാൻ അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു കഥ പറയാം. അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ, അമല ചെയ്ത ക്യാരക്ടറിനെ എഴുതുമ്പോൾ അമല തന്നെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ ഇതുപോലെ ഒരു ആക്ട്രസ് വേണം, അമല. അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത്. അപ്പൊ എഴുതി കഴിഞ്ഞപ്പോ ഒബ്വിയസ്ലി ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിയിട്ട്. She's got 5-6 managers. At that time I was not able to reach her. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമലേനെ ഒന്ന് കാണാൻ ട്രൈ ചെയ്തത്. സാർ അത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങള് അമലയുടെ മാനേജറിനെ, അതൊന്നും അമല അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങള് അമലിനെ കാണാൻ സെൻട്രൽ ലണ്ടനില്. അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയലൊന്നും നടന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ താഴെ പോയി റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു, പക്ഷെ അത് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഐ സ്റ്റിൽ ട്രൈ, ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഫൈനലി ഞാനും ജീതു സാറും ട്യൂണീഷ്യയില് റാമിന്റെ വേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening. Amala has taken on a break. She doesn't want to do any films for a while, so you will look for someone else to call on. So I was disappointed. WhatsApp call, I was disappointed. But Jeetu sir ennodu choichu endu what happened, you looked dull. Appo I sir, Amala is not, Amala andavilla cinema, so we'll have to look for someone else now. But sir nandu I'm not able to connect with her. Puള്ളിക്കാരി ബ്രേക്കിലാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ സാറ് ഫോൺ എടുത്തിട്ട് Amala മെസ്സേജ് ചെയ്തു. And she was coming out of the temple, I think. Yeah, they spoke and she അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക. അപ്പോൾ she said let's meet tomorrow. വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ജീതു സാർ ഇവിടെ വന്ന് കാണുകയും കഥ പറയുകയും അപ്പോൾ തന്നെ ഓക്കെ ആവുകയായിരുന്നു. അപ്പോൾ it was like a dream come true for me. So I was very excited to have her on a film which I believe is a slightly different film. എന്ന് പറയുന്ന ഒരു ക്ലീഷേ ആണ്, എല്ലാവരും പറയുന്നതാണ്, പക്ഷേ it actually is slightly different from what we have seen so far എന്ന് എനിക്ക് തോന്നുന്നു. It's a different attempt, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാസ്റ്റ് എക്സ്ട്രാordinary പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ക്രൂ, വി ഹാവ് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പു പ്രഭാകർ ഡ്യൂബീസ് ഡൺ എ ഫാബുലസ് ജോബ്. ദീപു ആണ് എഡിറ്റർ. ജയദേവൻ ചക്കാരത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Vishal has done a background score which is absolutely amazing, which is actually the backbone of the film. The music has a lot of importance in terms of its background score in the film. Linda ma'am ആണ് costumes ചെയ്തിട്ടുള്ളത്. Ronex ആണ് makeup. Prem Nawaz ആണ് art direction. സോ ഓൾ ടുഗെദർ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഫോർ ഫസ്റ്റ് ടൈം ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ഗോ വാച്ച് ദ ഫിലിം when it releases. Once again, thank you all for coming. Thank you for not giving up. ജിത്തു സാറിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി അമലേനെ ഒന്ന് വിളിക്കണമെന്ന്. ഇത്രയും നാള് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. കറക്റ്റ് when I got the call I was there. ഇതിലാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, I really believe in destiny. Some films
are meant to happen, it will happen no matter what. അത് ഈ ഫിലിം ശരിക്കും അതിന്റെ ഒരു it stands for that. So thank you first for not giving up. This would have been a biggest miss of my life. എനിക്ക് തോന്നുന്നു ശ്വേതാമേനന് ശേഷം അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്താണ് സത്യം പറഞ്ഞാൽ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ് ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്ര ആക്റ്റീവ് ആയി നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവായിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, യുനോ. അപ്പം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഐ എം ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്.